നിവിൻ പോളിയുടെ വമ്പൻ തിരിച്ചുവരവാണ് നടന്നിരിക്കുന്നത്. ബോക്സ് ഓഫീസൊക്കെ ആണെങ്കിൽ തൂക്കിയടിച്ച് കാറ്റി പറത്തിയ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമ്മളെല്ലാവരും അറിഞ്ഞാണ് സർവ്വമായ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി തിയേറ്ററിൽ നല്ല രീതിക്കാണെങ്കിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് ഏകദേശം 138 കോടിക്ക് മുകളിലൊക്കെ ഇപ്പോൾ ആ സിനിമ കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഇതിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. 70 കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് മാത്രം ഈ ഒരു സിനിമയാണെങ്കിൽ കളക്ട് ചെയ്തു എന്നും പറഞ്ഞൊരു റിപ്പോർട്ടാണ് വന്നത്. അത് ഒഫീഷ്യലായിട്ട് തന്നെയാണ് അവർ ഇറക്കിയിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് കോമഡി പടം കൊണ്ട് ഇമാതിരി ഒരു തൂക്കാൻ കെൽപ്പുള്ളൊരു നടനാണ് നിവിൻ പോളി. അത് പുള്ളി നേരത്തെ പണ്ട് തെളിയിച്ചതാണ്. അതിനൊക്കെ ശേഷം ഒത്തിരി നാളിന് ശേഷമാണ് പുള്ളി ഇപ്പോൾ ഇതുപോലൊരു തൂക്കുന്നത്. സത്യം പറഞ്ഞാൽ ലാലേട്ടനൊക്കെ ശേഷം നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ നല്ല രീതിക്ക് ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടർ എന്ന് പറഞ്ഞത് നിവിൻ പോളിയാണ്. പുള്ളി അത് കുറച്ച് നാൾ വേണ്ടുന്ന വിധം അത് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഈ സർവമായ പോലത്തെ സിനിമകൾ അല്ലെങ്കിൽ നല്ലൊരു ആക്ഷൻ സിനിമകൾ അല്ലെങ്കിൽ നല്ലൊരു കോമഡി സിനിമകളൊക്കെ പുള്ളിക്കാരനെ കൊണ്ട് കിടിലനായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സാധനം വരാൻ വേണ്ടിയാണ് ആൾക്കാർ വെയിറ്റ് ചെയ്തത്. അന്നേരം കറക്റ്റ് സമയത്താണ് അങ്ങേർക്ക് സർവമായ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ കിട്ടിയത്. അദ്ദേഹമാണെങ്കിൽ കമ്പാക്ക് അടിച്ച് കിടിലൻ കമ്പാക്ക്. ലാലേട്ടനൊക്കെ ആണെങ്കിൽ എമ്പുരാനിൽ കളക്ഷൻ വൈസ് കമ്പാക്കും അതേപോലെ തന്നെ അഭിനയത്തിൻ്റെ ഒരു രീതിക്ക് തുടരുമ്പരി കൂടെയാണ് കമ്പാക്ക് കൊടുത്തത്. പക്ഷേ നിവിൻ പോളി എന്ന് പറഞ്ഞാൽ രണ്ടും, അതായത് ബോക്സ് ഓഫീസ് വൈസും സിനിമ വൈസും അഭിനയം വൈസും മൊത്തത്തിലാണെങ്കിൽ ഫുള്ള് പോസിറ്റീവ് റിപ്പോർട്ടോട് കൂടിയാണെങ്കിൽ ഒരു കിടിലൻ കമ്പാക്കാണ് നിവിൻ പോളി കൊടുത്തത്. അതും ഫീൽ ഗുഡ് പടത്തിലാണ് ഇത്രയും വലിയൊരു കമ്പാക്ക് കൊടുത്തത്. അതിനൊക്കെ ഒരു റേഞ്ച് തന്നെ വേണം. അത് ലാലേട്ടനൊക്കെ ശേഷം മലയാളത്തിൽ നിവിൻ പോളിയുടെ ചിത്രങ്ങൾക്കൊക്കെ ആ ഒരു സംഭവം നേടാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.